നമസ്കാരം. കായിക ലോകത്തെ ഏറ്റവും പുതിയ വിശേഷങ്ങളിലേക്ക് സ്വാഗതം. ദക്ഷിണാഫ്രിക്കൻ മണ്ണിൽ ഇന്ത്യൻ ക്രിക്കറ്റ് ടീം വിജയക്കൊടി പാറിച്ചതിന്റെ ആവേശത്തിലാണ് നമ്മൾ. ഏകദിന പരമ്പരയിലെ ആധികാരികമായ വിജയം നൽകിയ ആത്മവിശ്വാസം ചെറുതൊന്നുമല്ല. എന്നാൽ ആഘോഷങ്ങൾക്കിടയിലും ടീം ഇന്ത്യയുടെ ഫോക്കസ് ഇപ്പോൾ മാറിക്കഴിഞ്ഞു. ഇനി ലക്ഷ്യം T20 പരമ്പരയാണ്. 5 മത്സരങ്ങൾ അടങ്ങിയ ദൈർഘ്യമേറിയ പരമ്പരയ്ക്കാണ് ചൊവ്വാഴ്ച വൈകുന്നേരം 7 മണിക്ക് ഒഡീഷയിലെ കട്ടക്കിൽ തിരിതെളിയാൻ പോകുന്നത്. ഏകദിന ഫോർമാറ്റിൽ നിന്ന് T20യിലേക്ക് മാറുമ്പോൾ സ്വാഭാവികമായും ടീമിന്റെ ഘടനയിലും തന്ത്രങ്ങളിലും വലിയ മാറ്റങ്ങൾ നാം പ്രതീക്ഷിക്കുന്നുണ്ട്. ഏകദിന പരമ്പര സ്വന്തമാക്കിയ സംഘത്തിലെ പല മുഖങ്ങളെയും നമുക്ക് T20യിൽ നിരയിൽ കാണാൻ സാധിക്കില്ല. ഇത് തന്നെയാണ് ഇതിൽ ഏറ്റവും ശ്രദ്ധേയം. പരിക്കിന്റെ ആശങ്കകളൊന്നുമില്ലാതെ തികഞ്ഞ ആത്മവിശ്വാസത്തോടെയാണ് സൂര്യകുമാർ യാദവ് എന്ന നായകനും സംഘവും കട്ടക്കിലിറങ്ങുന്നത്. ചൊവ്വാഴ്ച നടക്കുന്ന ആദ്യ അംഗത്തിൽ ഇന്ത്യയുടെ തന്ത്രങ്ങൾ എന്തായിരിക്കും? പ്ലെയിൻ 11-ൽ ആരൊക്കെ സ്ഥാനം പിടിക്കും? നമുക്ക് വിശദമായി പരിശോധിക്കാം. ആദ്യ T20ക്കുള്ള ഇന്ത്യയുടെ സാധ്യത 11 കുറിച്ച് ചിന്തിക്കുമ്പോൾ ഏറ്റവും ആദ്യം ചർച്ചയാകുന്നത് ഓപ്പണിംഗ് സഖ്യം തന്നെയാണ്. ശുഭ്മാൻ ഗിൽ, അഭിഷേക് ശർമ്മ കൂട്ടുകെട്ട് തന്നെയാകും ഇന്നിംഗ്സ് ഓപ്പൺ ചെയ്യുക എന്ന് ഏതാണ്ട് ഉറപ്പായി കഴിഞ്ഞു. എന്നാൽ ശുഭ്മാൻ ഗില്ലിന്റെ സാന്നിധ്യം ഇവിടെ ഒരു അത്ഭുതകരമായ തിരിച്ചുവരവിന്റെ കഥ കൂടി പറയുന്നുണ്ട്. പരിക്കിന്റെ പിടിയിലായിരിക്കുന്ന ഗിൽ ഈ പരമ്പരയിൽ കളിച്ചേക്കില്ല എന്നായിരുന്നു ആദ്യഘട്ടത്തിൽ പുറത്തുവന്ന റിപ്പോർട്ടുകൾ. വിശ്രമം അനിവാര്യമാണെന്നായിരുന്നു മെഡിക്കൽ സംഘത്തിന്റെ ആദ്യ വിലയിരുത്തൽ. എന്നാൽ ഏവരെയും ഞെട്ടിച്ചുകൊണ്ട് പ്രതീക്ഷിച്ചതിലും വളരെ വേഗത്തിൽ ഫിറ്റ്നസ് വീണ്ടെടുത്ത് ഗിൽ ടീമിനൊപ്പം ചേർന്നത് ഇന്ത്യൻ ക്യാമ്പിൽ വലിയ ആശ്വാസമാണ് നൽകിയിരിക്കുന്നത്. എങ്കിലും ഗില്ലിനെ സംബന്ധിച്ചിടത്തോളം ഈ പരമ്പര ഒരു അഗ്നി പരീക്ഷണം തന്നെയാണ്. ഏഷ്യ കപ്പിന് ശേഷം T20 ടീമിലേക്ക് തിരിച്ചെത്തിയ ഗില്ലിന് തന്റെ പ്രതിഭയ്ക്കൊത്ത പ്രകടനം പുറത്തെടുക്കാൻ ഇതുവരെ സാധിച്ചിട്ടില്ല എന്നത് ഒരു വസ്തുത തന്നെയാണ്. ഒരു അർദ്ധ സെഞ്ചുറി പോലും നേടാൻ കഴിയാതെ പോയത് അദ്ദേഹത്തിന്റെ T20 കരിയറിനുമേൽ വലിയൊരു ചോദ്യചിഹ്നം ഉയർത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ദക്ഷിണാഫ്രിക്കയ്ക്കെതിരായ ഈ 5 മത്സരങ്ങൾ ഗില്ലിന് വെറുമൊരു പരമ്പരയല്ല, മറിച്ച് നഷ്ടപ്പെട്ട ഫോം വീണ്ടെടുക്കാനും വിമർശകരുടെ വായടപ്പിക്കാനുമുള്ള സുവർണാവസരമാണ്. 2-3 മികച്ച ഇന്നിംഗ്സുകൾ, പ്രത്യേകിച്ചും അർദ്ധ സെഞ്ചുറികൾ ഈ പരമ്പരയിൽ നേടാനായാൽ ഓപ്പണിംഗ് റോളിൽ അദ്ദേഹത്തിനെതിരെ ഉയരുന്ന വിമർശനങ്ങൾക്കുള്ള മറുപടിയാകും അത്. മറുവശത്ത് അഭിഷേക് ശർമ്മയുടെ ആക്രമണോത്സുക ബാറ്റിംഗ് ശൈലി പവർ പ്ലേ ഓഫറുകളിൽ ഇന്ത്യക്ക് മുതൽക്കൂട്ടാകുമെന്ന് പ്രതീക്ഷിക്കാം. ബാറ്റിംഗ് ഓർഡറിലെ 3ഉം 4ഉം സ്ഥാനങ്ങളെക്കുറിച്ച് ഇന്ത്യക്ക് നിലവിൽ വലിയ ആശങ്കകളില്ല. അവിടെ ക്യാപ്റ്റൻ